ഡങ്കായിയും ഇങ്കായിയും ഇപ്പോൾ വഴിയോരത്ത് ഒരിടത്തിരിക്കുകയാണ്. അടുത്തൊന്നും തെരുവു വിളക്കുകൾ ഇല്ലാത്തതുകൊണ്ട് അവർ ഇരുട്ടത്താണ്. പെട്ടെന്ന് ആരും കാണില്ല. റോഡിൻ്റെ ഇരുഭാഗത്തും ധാരാളം തെങ്ങുകൾ, അവിടിവിടെ കുറെ വീടുകളും. ഒരു വളവിൽ വെച്ച് ഡങ്കായിയും ഇങ്കായിയും സഞ്ചരിച്ചിരുന്ന ഓട്ടോറിക്ഷ മതിലിൽ ചെന്നിടിച്ചു മറിഞ്ഞു. ഭാഗ്യം, അതിനു മുമ്പ് തന്നെ രണ്ടാളും പുറത്തു ചാടിയിരുന്നു. നമ്മുടെ പതിവ് തെറ്റിച്ച് ഒരേ സമയത്ത് നമ്മൾ വിശ്രമിക്കരുതായിരുന്നു, ഇങ്കായി പറഞ്ഞു. ശരി തന്നെ, അതാണ് അപകടമായത്. ആ വാഹനത്തിൽ ഡ്രൈവർ വന്നതും വണ്ടി ഓടി തുടങ്ങിയതും ഒന്നും അറിഞ്ഞില്ല. നമുക്ക് തിരികെ പോയാലോ ഡങ്കായി? ഇനിയിപ്പോ മുടിമുറിക്കലും ഉടുപ്പ് വാങ്ങലും ഒന്നും നടക്കുമെന്ന് തോന്നുന്നില്ല, ഇങ്കായി നിരാശനായി പറഞ്ഞു. കണ്ടാലുടനെ മലർന്നടിച്ചു വീഴുന്ന മനുഷ്യരുണ്ടോ അവരുടെ മുടി വെട്ടിക്കൊടുക്കുന്നു? അപ്പോൾ രണ്ടാളുകൾ. ഒരാളുടെ ചുമലിൽ വലിയൊരു ചാക്കുണ്ട്. ഡങ്കായും ഇങ്കായും കുറെ കൂടി ഇരുട്ടിലേക്ക് മാറിയിരുന്നു. വെറുതെ എന്തിനാ പാവങ്ങളെ പേടിപ്പിക്കുന്നത്? ആഗതർ പതുങ്ങി പതുങ്ങി ഒരു വീട്ടുവളപ്പിലേക്ക് കയറി. ചാക്ക് കെട്ട് ചുമലിലേറ്റിയ മനുഷ്യൻ ഒരു തെങ്ങിൻ ചുവട്ടിൽ പതുങ്ങിയിരുന്നു. രണ്ടാമൻ വീടിന് പിന്നിലേക്ക് നടന്നു. ഡങ്കായും ഇങ്കായും ശബ്ദമുണ്ടാക്കാതെ അയാളെ പിന്തുടർന്നു. അയാൾ എന്തോ ആയുധം ഉപയോഗിച്ച് വീടിൻ്റെ പിൻവാതിൽ തുറക്കുകയാണ്. നിമിഷം കൊണ്ട് അയാൾ വീടിനകത്തെത്തി. ഡങ്കായി, ഇവർ കള്ളന്മാരാണ്, ഇങ്കായി മന്ത്രിച്ചു. ഈ മനുഷ്യർ എന്തുതരം ജീവികളാണ്? ചിലരുണ്ട് കടലാമകളുടെ മുട്ടകൾ മോഷ്ടിക്കുന്നു, മറ്റു ചിലർ മനുഷ്യനെ തന്നെ മുതൽ കട്ടെടുക്കുന്നു. വിചിത്രം തന്നെ. വാ, നമുക്കൊരു തമാശ ഉണ്ടാക്കാം. ഡങ്കായി ഇങ്കായിയെയും കൂട്ടി വീടിൻ്റെ മുമ്പിലേക്ക് നടന്നു. വിചാരിച്ചതുപോലെ തന്നെ സംഭവിച്ചു. മുമ്പിലേക്ക് വന്ന ജീവികൾ എന്നറിയാൻ തെങ്ങിൻ ചുവട്ടിലിരുന്ന മനുഷ്യൻ തീപ്പെട്ടി ഉരച്ചു. ആ നിമിഷം തന്നെ നിലവിളിയോടെ മറഞ്ഞു വീഴുകയും ചെയ്തു. കള്ളന്റെ നിലവിളി കേട്ട് വീട്ടുകാരുണർന്നു. വിളക്കുകൾ തെളിഞ്ഞു. കയ്യിൽ കട്ടെടുത്ത കുറേ സാധനങ്ങളുമായി പിൻവാതിലിലൂടെ രണ്ടാമത്തെ കള്ളൻ ഇറങ്ങിയോടി. അയാൾ ചെന്നുപെട്ടത് ഡങ്കായിയുടെയും ഇങ്കായിയുടെയും മുമ്പിൽ. അയാളും നിലവിളിയോടെ ബോധമറ്റു വീണു. നാലു ഭാഗത്തു നിന്നും ആളുകൾ ഓടിക്കൂടി. ഡങ്കായിയും ഇങ്കായിയും ദൂരെ ഇരുട്ടിലേക്ക് മാറി നിന്നു. ഡങ്കായി, അത് നോക്കൂ, ഉണ്ണിക്കുട്ടൻ! വീടിനകത്തു നിന്ന് ഇറങ്ങി വരുന്നവരിൽ ഉണ്ണിക്കുട്ടനും. അവരെത്തിയിരിക്കുന്നത് ഉണ്ണിക്കുട്ടൻ്റെ വീട്ടിലാണ്. പോലീസുകാർ വന്നു. കള്ളന്മാരെ പിടിച്ചുകൊണ്ടുപോയി. പക്ഷേ അവരെന്തിനെ കണ്ടാണ് പേടിച്ചത്? ആർക്കും അറിയില്ല. ഡങ്കായിയും ഇങ്കായിയും ഉണ്ണിക്കുട്ടൻ്റെ മുറിക്ക് പിന്നിലെത്തി. അപ്പോൾ അകത്ത് ഉണ്ണിക്കുട്ടൻ്റെ അനിയത്തി അമ്മുക്കുട്ടി അതുതന്നെ ചോദിക്കുകയായിരുന്നു. കള്ളന്മാർ ബോധം കെട്ടതെങ്ങനെ? കള്ളന്മാർ ഡങ്കായിയെയും ഇങ്കായിയെയും കണ്ടിരിക്കും. ഡങ്കായിയും ഇങ്കായിയും? അതാരാ? ദൂരെ ഗ്രഹത്തിൽ നിന്ന് വന്ന അതിഥികൾ. ദൂരെയുള്ള ഗ്രഹമോ? അതെവിടെയാണ്? അമ്മുക്കുട്ടിക്ക് അതൊന്നും അറിയില്ല. അമ്മുക്കുട്ടി, പണ്ട് എന്നുവെച്ചാൽ നമ്മുടെ കിനാവുകൾക്ക് എത്താൻ പറ്റുന്നതിൻ്റെയും പണ്ട് വലിയൊരു പൊട്ടിത്തെറിയുണ്ടായി. അങ്ങനെ സൂര്യനും ഒരുപാട് നക്ഷത്രങ്ങളും ഉണ്ടായി. നക്ഷത്രങ്ങളെ ചുറ്റുന്ന ഗ്രഹങ്ങളുണ്ടായി. അവയിൽ ചിലത് ജീവികളുണ്ടായി. ആ ജീവികളിൽ മറ്റു ജീവികളെ തേടി ഒരു ഗ്രഹത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങി. അങ്ങനെ ദൂരെ ഏതോ നക്ഷത്രത്തെ ചുറ്റുന്ന ഗ്രഹത്തിൽ നിന്ന് ഡങ്കായിയും ഇങ്കായിയും നമ്മുടെ ഭൂമിയിൽ കാപ്പാട് കടപ്പുറത്ത് വന്നിറങ്ങി. എന്നിട്ട് തീവണ്ടിയിൽ വെച്ച് ഡങ്കായിയെയും ഇങ്കായിയെയും കണ്ട കഥ ഉണ്ണിക്കുട്ടൻ പറഞ്ഞു കേൾപ്പിച്ചു. പാവക്കുട്ടി മാമനെ വണ്ടിയിൽ നിന്ന് തള്ളിയിട്ട പോലീസുകാർ ഡങ്കായിയെയും ഇങ്കായിയെയും കണ്ടു പേടിച്ചു ബോധം കെട്ടതെന്നറിഞ്ഞപ്പോൾ അമ്മുക്കുട്ടി പൊട്ടിച്ചിരിച്ചു. ആളുകൾ എന്തിനാ അവരെ കാണുമ്പോൾ ഇങ്ങനെ ബോധം കെടണേ? അതേ, അവര് മുതിർന്നവരല്ലേ. അവര് കണ്ട പേടിയാവണ രൂപമാണ് ഡങ്കായിയും ഇങ്കായിക്കും. വലിയ ഉണ്ട കണ്ണുകൾ, നീണ്ട ചെവി, നിറയെ നീണ്ട മുടി, പിന്നൊരു വാലും. നമ്മളെ പോലെയല്ല, മുതിർന്നവര് പേടിച്ചു പോവും, ഉണ്ണിക്കുട്ടൻ പറഞ്ഞു. ശരിയാട്ടോ, ഞാൻ ഇന്നലെ 4 കാലും കൊമ്പുള്ള ഒരാളെ വരച്ചിട്ട് അമ്മയ്ക്കൊന്നും മനസ്സിലായില്ല. ചെറിയ രസമൊന്നും വലിയ ആളുകൾക്ക് മനസ്സിലാവില്ല. ഉണ്ണിക്കുട്ടാ, ജാലകത്തിനരികിൽ നിന്ന് ഡങ്കായി വിളിച്ചു. ഹായ് ഡങ്കായിയും ഇങ്കായിയും. ഉണ്ണിക്കുട്ടൻ വാതിൽ തുറന്ന് അവരെ അകത്ത് കയറ്റി. എനിക്ക് ഉറപ്പായിരുന്നു കള്ളന്മാരെ പിടിച്ചത് നിങ്ങളായിരിക്കുമെന്ന്. അതൊരു നല്ല തമാശയായിരുന്നു, ഡങ്കായി പറഞ്ഞു. ആട്ടെ, ഇതാരാ? അമ്മുക്കുട്ടി, എൻ്റെ അനിയത്തിയാ. വിശക്കുന്നല്ലോ അമ്മുക്കുട്ടി, ഇങ്കായി പറഞ്ഞു. അമ്മുക്കുട്ടി ഒച്ച കേൾപ്പിക്കാതെ അടുക്കളയിൽ പോയി 2 പഴവുമായി വന്നു. ഡങ്കായിയും ഇങ്കായിയും പഴം തിന്ന് കഴിയുമ്പോഴേക്കും കോഴി കൂവി. നേരം വെളുക്കാറായി. ഉണ്ണിക്കുട്ടൻ പുറത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അയ്യോ, എന്നാൽ ഞങ്ങൾക്ക് പോകണം. അപ്പം മുടി മുറിക്കണ്ടേ? ഉടുപ്പ് വാങ്ങണ്ടേ? ശരിയാണ്, അതിനാണ് വന്നത്. പക്ഷേ വെളിച്ചത്തിൽ മനുഷ്യരുടെ മുമ്പിൽ ചെന്ന് നിൽക്കുന്ന കാര്യം. നേരം വെളുത്താൽ ആമനക്കുട്ടിയും അൻസാറും കണ്ണനും ജോയി മോനും ഒക്കെ വരും.
നമുക്ക് ഒരുപാട് കളികൾ കളിക്കാം, പിന്നെ മുടി മുറിക്കാം, ഉടുപ്പ് വാങ്ങാം. എന്താ? ഉണ്ണിക്കുട്ടൻ ചോദിച്ചു. വലിയ മനുഷ്യർ കണ്ടാലോ? അതിനൊക്കെ വഴിയുണ്ട്. അപ്പോൾ വാതിലിൽ മുട്ട് കേട്ടു. എന്താ രണ്ടാളും ഇതുവരെ ഉറങ്ങാതിരിക്കുക? നേരം വെളുത്തു, വാതിൽ തുറക്ക്. പുറത്തുനിന്ന് അമ്മ വിളിച്ചു പറഞ്ഞു. അയ്യോ അമ്മ, അമ്മുക്കുട്ടി പരിഭ്രമിച്ചു. ഡങ്കായിയെയും ഇങ്കായിയെയും പെട്ടെന്ന് കട്ടിലിനടിയിൽ കയറി ഒളിപ്പിച്ചു വെച്ചു.